സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി അമിത് മാളവ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മകൻ കാർത്തികേയ സിംഗിനെതിരായി നടത്തിയ അപകീർത്തിപരമായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രാഹുൽ ഗാന്ധി മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയതിനെതിരെയാണ് വിമർശനം. രാഹുൽ ഗാന്ധി വിവാദ പരാമർശങ്ങൾ നടത്തുന്നതും പിന്നീട് അത് പിൻവലിക്കുന്നതും പതിവാണെന്നാണ് അദ്ദേഹം എക്സിൽ വിമർശിച്ചത്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ സോറി എന്ന പേര് തന്റെ മധ്യനാമമാക്കണമെന്നും അപകീർത്തിപരവും നിരുത്തരവാദപരവുമായ പ്രസ്താവനകൾക്ക് എത്ര തവണ അദ്ദേഹത്തിന് ക്ഷമാപണം നടത്തേണ്ടി വരുന്നുവോ, ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നുവോ, പിൻവലിക്കേണ്ടി വരുന്നുവോ എന്ന് കണക്കില്ല എന്നും അമിത് മാളവ്യ തന്റെ എക്സ് പോസ്റ്റിൽ പറഞ്ഞു. ഭോപ്പാൽ കോടതിയിലാണ് രാഹുൽ ഗാന്ധി മാപ്പപേക്ഷ സമർപ്പിച്ചത്. 2010 ജാബുവയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പനാമ പേപ്പർ ലീക്ക് സംഭവത്തിൽ കാർത്തികേയ സിംഗിന്റെ പേരുണ്ടെന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഹർജി. എന്നാൽ കാർത്തികേയ സിംഗിനെ ഉദ്ധരിച്ചല്ല തന്റെ പ്രസ്താവന എന്നാണ് രാഹുലിന്റെ വിശദീകരണം. അപകീർത്തികരവും തെറ്റായതുമായ പ്രസ്താവനകൾ നടത്തിയെന്നും തന്റെയും കുടുംബത്തിന്റെയും സൽപ്പേരിന് കോട്ടം വരുത്തുന്നതിനുമാണ് ഇത് ചെയ്തതെന്ന് ആരോപിച്ച് കാർത്തികേയ സിംഗ് ഭോപ്പാലിലെ എം.എൽ.എ കോടതിയിലായിരുന്നു ക്രിമിനൽ മാനനഷ്ട കേസ് സമർപ്പിച്ചിരുന്നത്. സമൻസിനെ തുടർന്ന് സമൻസും അപകീർത്തി നടപടികളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. ബുധനാഴ്ച അഭിഭാഷകൻ മുഖേന സമർപ്പിച്ച അപേക്ഷയിൽ ചോദ്യം ചെയ്യപ്പെട്ട പരാമർശങ്ങൾ കാർത്തികേയ സിംഗിനെ പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങൾ പ്രകാരം പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഹർജിയിൽ പറയുന്നു. വ്യാഴാഴ്ച ഹർജി പരിഗണിക്കാനിരിക്കുന്ന ജസ്റ്റിസ് പ്രമോദ് കുമാർ അഗർവാളിന്റെ മുമ്പാകെയായിരുന്നു വിഷയം അവതരിപ്പിച്ചത്. ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം കീഴ്ക്കോടതിയിൽ നിന്നുള്ള രേഖകൾ ഹർജിക്കാരൻ ഹാജരാക്കി. നടപടികളിൽ പരാതിക്കാരന് വേണ്ടി അഭിഭാഷകൻ സങ്കൽപ് കൊച്ചാർ ഹാജരായി. രാഹുൽ ഗാന്ധി വിവാദ പരാമർശങ്ങൾ നടത്തുന്നതും പിന്നീട് അത് പിൻവലിക്കുന്നതും പതിവാണെന്ന് അമിത് മാളവ്യ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ സോറി എന്ന പേര് തന്റെ മധ്യനാമമാക്കണം. അപകീർത്തിപരവും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ എത്ര തവണ അദ്ദേഹത്തിന് ക്ഷമാപണം നടത്തേണ്ടി വരുന്നുവോ, ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നുവെന്നോ പിൻവലിക്കേണ്ടി വന്നുവെന്നോ കണക്കില്ല. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മകൻ കാർത്തികേയ സിംഗ് ഫയൽ ചെയ്ത മാനനഷ്ട കേസാണ് ഏറ്റവും പുതിയ ഉദാഹരണം. ചോദ്യം ചെയ്യപ്പെട്ട പരാമർശങ്ങൾ കാർത്തികേയ സിംഗുമായി ബന്ധപ്പെട്ടുള്ളതല്ലെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതൊരു ലളിതമായ ചോദ്യം ഉയർത്തുന്നു. പ്രസ്താവന അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ആദ്യം നടത്തിയത്? വസ്തുതകളില്ലാതെയാണ് അത് നടത്തിയതെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും വികാരഭരിതരായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വാർത്തകളിൽ ഇടം നേടുകയും കോടതിയിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വസ്തുതകൾ നേരിടേണ്ടി വരുമ്പോഴോ ക്ഷമാപണത്തിനും ഖേദപ്രകടനത്തിനും പിന്നിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തം നിർവഹിക്കണം. അശ്രദ്ധമായ ആരോപണങ്ങളിൽ മുഴുകി പിന്നീട് അവയെ നിഷേധിക്കരുത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അപകീർത്തിപ്പെടുത്താൻ ഒരു ശീലവും ക്ഷമാപണം ഒരു ആവർത്തിച്ചിട്ടുള്ള ആചാരവുമായി മാറിയിരിക്കുന്നു. ആദ്യം സംസാരിക്കുകയും പിന്നീട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനേക്കാൾ മികച്ചത് രാജ്യം അർഹിക്കുന്നുവെന്നാണ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.